നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം ആസ് യൂഷ്വൽ. ഓക്കെ, ഞാനിന്ന് ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മൈൻഡിൽ വന്നത്, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പം എന്താണ് മെയിൻ പ്രയോറിറ്റി എന്ന് നോക്കാം. ഓക്കെ, അതായത് നിങ്ങൾ പ്രയോറിറ്റി ആണോ എന്നുള്ളത് ഒരു കാര്യം. അത് മാത്രമല്ല, അവരുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് നിൽക്കുന്നത്. അവരുടെ കുടുംബം എന്ന രീതിയിലാണോ? കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛനമ്മയാവാം, മാരീഡ് ആണെങ്കിൽ അങ്ങനെ ഏതോ ആവാം കേട്ടോ. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഫാമിലി മാറ്റേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളാണോ? അല്ലെങ്കിൽ ജോലി കരിയറിനാണോ പ്രയോറിറ്റി? അതോ മീൻസ് അവരുടെ ഫൈനാൻസസ്, ജോലി അങ്ങനത്തെ കാര്യങ്ങളാണോ? അതോ ഫ്രണ്ട്സ് അങ്ങനത്തെ കാര്യങ്ങളും ചിലവർക്ക് ഉണ്ടാവാം. ഓക്കെ, ചിലവർ ഫ്രണ്ട്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവാം. അതോ നിങ്ങൾക്ക് തന്നെയാണോ? അതോ എന്താണ് നമുക്ക് അവരുടെ മനസ്സിൽ ഇപ്പം എന്താണ് മെയിനായിട്ട് ഇപ്പം എന്ത് കാര്യത്തിലേക്കാണ് അവരുടെ പ്രയോറിറ്റി ഇപ്പം നിൽക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ആക്ച്വലി ഒരക്കിൾ ഡെക്ക് ഞാൻ വേറെ എടുത്ത് വെക്കട്ടെ. റൊമാൻസ് ഏഞ്ചൽസ് ആണ് വെച്ചത്, അതും എടുക്കാം. എന്തായാലും വെച്ചെടുക്കെ വേറൊരു കാർഡ് കൂടി. ഓക്കെ, നമുക്ക് ആദ്യം സിറ്റുവേഷൻ നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും അധികം പ്രയോറിറ്റി നിൽക്കുന്നത് എന്തിനാണ് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. സ്ട്രെങ്ത് കാർഡ് ഉണ്ട്, 5 wands. ഓക്കെ, 5 pentacles, 7 of wands, 3 of pentacles, and ace of cups, ace of pentacles. Okay, oops, sorry, 9 of pentacles, 4 of wands, queen of pentacles, emperor, queen of cups. Oh my god. എടുക്കാതിരിക്കാൻ നിവർത്തിയില്ല എനിക്ക്. ഓക്കെ, ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ കോൺഫ്ലിക്ട്സ് നടക്കുന്ന ഒരു സമയമാണ്. അവരുടെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, അതായത് അവർ ഐ തിങ്ക് എല്ലാവരും ആവണമെന്നില്ല, കുറച്ച് പേരെങ്കിലും നിങ്ങൾ കാണുന്നവരിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഭാഗം ഞാൻ അത്രയ്ക്ക് നമ്മൾ കൊടുക്കുന്നില്ല ഇമ്പോർട്ടൻസ്. അവരുടെ ഭാഗത്ത് അവർ മാരീഡ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് എന്ന് പറയാം. അതിപ്പോൾ ഫാമിലി, ഞാൻ പറഞ്ഞ പോലെ അച്ഛൻ, അമ്മ, പാരൻസ്, എന്താ പറയുക, ബ്രദർ, സിസ്റ്റർ, എന്ത് തന്നെ ആയിക്കോട്ടെ, അവർക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, എംപറർ എന്ന രീതിയിലാണ്. എംപറർ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലെ വലിയ മൂത്ത ആളായിരിക്കാം, വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ട വ്യക്തിയായിരിക്കാം. ഓക്കെ, അവർക്ക് ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് പറയാം. ജോലി സ്ഥലത്ത് നല്ല റെസ്പോൺസിബിലിറ്റിയുള്ള, അതായത് നല്ല ഹൈ പൊസിഷനിലിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. ഏതെങ്കിലും കമ്പനി ആവണമെന്നില്ല, IT അങ്ങനത്തെ അല്ല, എന്ത് ജോലിയിലായാലും അവരൊരു ഹൈ പൊസിഷനിലിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയുന്ന ഒരു വ്യക്തി. പൊളിറ്റിക്സ് ആവാം, പൊളിറ്റിക്കൽ കാര്യങ്ങളാവാം, അല്ലെ എന്ത് തന്നെ ആയിക്കോട്ടെ, പൊളിറ്റിക്സോ, അവർ എന്ത് ഫീൽഡിലാണോ അവർ വർക്ക് ചെയ്യുന്നത് അതിൽ കുറച്ച് സ്ഥാനമുള്ള ഒരു വ്യക്തി, അറിയപ്പെടുന്ന ഒരു വ്യക്തി, ആ രീതിക്കുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, അവർക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നാണ് കാണുന്നത് ഇപ്പോൾ ഇവിടെ അവർ ചെയ്യുന്നത്. പക്ഷെ അവർ ഒരുപാട് ഇപ്പോൾ സ്ട്രഗ്ലിംഗ് ഫേസിലാണ്. അതായത് അവർ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അത് 5 of wands നമ്മൾ കോമ്പറ്റീഷൻ എന്ന രീതിക്ക് പറയാം. ഓക്കെ, അവർ ജോലിയിൽ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളായ, കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ ആവണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾസ് ഫേസ് ചെയ്യണു, അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നു, അവർ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ പറയാം. ഓക്കെ, ചിലവർക്ക് ഫൈനാൻഷ്യൽ ലോസ് വന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല രീതിക്ക് ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അവർക്ക് ചില ഫൈനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ടാവാം എന്തെങ്കിലും തരത്തിൽ. ഓക്കെ, ചിലവർക്ക് ബിസിനസ് ആയിരിക്കാം, ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ വല്ല ലോസ് ആയിരിക്കും. 5 of wands കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ബിസിനസ്സിലാവുമ്പോൾ ആലോചിച്ച് നോക്കും, മറ്റു വേറെയും കോമ്പറ്റീഷനൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ചില സമയത്ത് ബിസിനസ് നല്ല രീതിയിൽ നടക്കില്ല, അങ്ങനെയൊക്കെ വരും അല്ലേ. സോ അങ്ങനെ ആയിരിക്കാം. ജോലി സ്ഥലത്തായാലും ശരി, അവരെ
അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഇപ്പോൾ. ഓക്കെ, അങ്ങനെ മാത്രം എടുത്താൽ മതി. പക്ഷെ അവരിപ്പോൾ സ്ട്രെങ്ത് വെച്ച് പിടിച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അവർ മാക്സിമം സ്ട്രെങ്ത് ഇപ്പോൾ അവർ ശ്രദ്ധ പതിലിക്കുകയാണ്, കരിയറിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ്, ജോലിയിൽ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അവർ കാര്യങ്ങൾ എല്ലാം ഒന്ന് ബെറ്റർ ആക്കി എടുക്കാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ, 7 ഓഫ് വാൻഡ്സ് ഉണ്ട്. അവരുടെ ഒരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെങ്ങനെയെങ്കിലും അവനവൻ്റെ ഒരു നിലനിൽപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 3 ഓഫ് പെന്റക്കിൾസ് നമ്മൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങളാണ്. ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അത് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ട് മുന്നോട്ട്. ഓക്കെ, എന്തായാലും അവരുടെ ഒരു നിലനിൽപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ വറീഡ്. ഓക്കെ, ഏറ്റവും നമ്മൾ പ്രയോറിറ്റി എന്ന രീതിക്കാണ് ചോദിച്ചത്. പ്രയോറിറ്റി ഈ കാര്യങ്ങൾക്കുണ്ട്, വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോൾ. ഓക്കെ, കാരണം ഇവിടെ ക്വീൻ ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. അപ്പോൾ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാരീഡ് ആണെങ്കിൽ അവരെ വൈഫ് എന്ന ഹസ്ബൻഡ്, സോറി ഞാൻ എപ്പോഴും പറയുമ്പോൾ അത് കാർഡിൽ നമ്മൾ ലേഡീസ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ, സോറി. ഹസ്ബൻഡ് ഓർ വൈഫ് എന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി, ചിലപ്പോൾ അമ്മ, പാരൻസ്, അങ്ങനെയും ആ രീതിക്കും പറയാം. എന്നിട്ട് അവരെ ടേക്ക് കെയർ ചെയ്യണം അല്ലേ, അവരെ ഒരു റെസ്പോൺസിബിലിറ്റി പേഴ്സണിൻ്റെ മേലെയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യണം, ആ രീതിക്കുള്ള ചിന്തകളിലാണ്. ഓക്കെ, അതിനൊക്കെയാണ് അവരിപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷേ ഓക്കെ, ഇത് ഞാൻ ഇപ്പുറത്ത് വെച്ചു എന്നേ ഉള്ളൂ, പക്ഷെ ഇത് ബോട്ടം ഓഫ് ദ ഡെക്കാണ് വന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, ഇതിലും ഇവിടെ പറയുന്നത് ഏസ് ഓഫ് കപ്സ്, ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ അവരുടെ ലൈഫിൽ അവരൊരു പുതിയ തുടക്കം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ഓക്കെ, ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവർ മനസ്സിൻ്റെ ഉള്ളിൽ അവർക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. ഒന്ന്, അവരുടെ ലൈഫിനെ അവർക്ക് ബെറ്റർ ആക്കി എടുക്കണം എന്നുള്ളൊരു ചിന്ത. ഏസ് ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. അവർ വെയിറ്റ് ചെയ്യുകയാണ്, അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു അബണ്ടൻസ് വരാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. ചിലവർ ഫൈനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. ഫൈനാൻഷ്യൽ ഒരു ഗ്രോത്ത് അവർക്ക് വരാൻ പോകുന്നു എന്നും പറയാം. ഓക്കെ, അല്ലെങ്കിൽ അവർ അതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ഓക്കെ, മനസ്സിൽ ഫീലിങ്സും ഉണ്ട് അവർക്ക്. ഏസ് ഓഫ് കപ്സും ഉണ്ട്. ഏസ് ഓഫ് കപ്സ് പറയുമ്പോൾ വളരെയധികം നമ്മൾ സ്ട്രോങ് ഫീലിങ്സിൻ്റെ കാര്യമാണ് പറയാം. ഓക്കെ, ഇമോഷണൽ ഫീലിങ്സിൻ്റെ കാര്യമാണ് പറയാം. പക്ഷേ ഇത് രണ്ടും വന്നിട്ടുണ്ട്. സോ അവരുടെ മനസ്സിൽ ഇപ്പോൾ രണ്ടും ഉണ്ട്. എന്നാലും പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ സ്റ്റെബിലിറ്റിക്കാണ് ഇപ്പോൾ. ഓക്കെ, അവർ ലൈഫിനെ സ്റ്റേബിൾ ആക്കണം എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. 9 ഓഫ് പെന്റിക്കിൾസും ഇൻഡിപെൻഡൻസിൻ്റെ കാര്യമാണ്. അതായത് വേറെ ഒരു ആളെയും ഡിപ്പെൻഡ് ചെയ്യാതെ, വേറെ ലോൺ എടുക്കാതെ, കടമില്ലാതെ, ആ രീതിക്കൊക്കെ നമ്മുടെ ലൈഫിനെ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഫൈനാൻഷ്യൽ അബണ്ടൻസ് എന്ന രീതിക്ക് തന്നെ പറയാം. ഓക്കെ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അതിനു വേണ്ടി അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അതിനാണ് അവരിപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം ഇത് ചെയ്താൽ മാത്രമേ അവരുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി വരുള്ളൂ അല്ലേ. അവരുടെ ലൈഫിലായാലും, അതിപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ടായാലും ശരി, നിങ്ങളെ മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ടായാലും ശരി. ഓക്കെ, നിങ്ങളുമായിട്ടുള്ളൊരു മാരേജ് എന്ന രീതിക്ക് നമുക്ക് പറയാം. ഇപ്പം ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു മാരീഡ് ആൾക്കാരുടെ കാര്യമായിരുന്നു. അല്ല, അപ്പോൾ മാരീഡ് അല്ല എന്ന് വിചാരിക്കും, അവർ ജസ്റ്റ് ഫാമിലിയുടെ കാര്യമാണ് ടേക്ക് കെയർ ചെയ്യുന്നത് നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുമായിട്ടൊരു മാരേജ് എന്ന രീതിക്ക് അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, ഫീലിങ്സ് നിങ്ങളോടുണ്ട്, എന്തായാലും ഡെഫിനറ്റ്ലി പറയാം. അപ്പം നിങ്ങൾ തമ്മിലൊരു മാരേജ് വേണമെങ്കിലും അവരെ ലൈഫ് സ്റ്റേബിൾ ആവണം, അവർ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവണം, നല്ലൊരു പൊസിഷനിലെത്തണം. എന്നാൽ മാത്രമേ വന്നിട്ട് നിങ്ങളെ ഒന്ന് എന്താ പറയുക, നിങ്ങളെ മാരേജ് ചെയ്യാനുള്ള ഒരു പ്രപ്പോസലുമായിട്ട് അവർക്ക് വരാൻ പറ്റുള്ളൂ. ഓക്കെ, ലേഡീസ് ആണെങ്കിലും ശരി, അവരും ആഗ്രഹിക്കുന്നുണ്ട്. ലേഡീസ് ആണെങ്കിലും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നിട്ട് അവർ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആവണം, എന്നാലേ എനിക്കും മാരേജിൽ ഒരു എൻട്രി ചെയ്യുമ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഞാനും സ്റ്റേബിൾ ആയിരിക്കണം എന്ന രീതിക്ക് ചിന്തിക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, അപ്പോൾ അവർ മാരേജ് ഇപ്പം നിങ്ങളെ ഓഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും അവർ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആദ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അല്ലാത്തവർ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ പാരൻസിനെ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വൈഫോ ഫാമിലിയോ ഉണ്ട് ഓൾറെഡി, വൈഫോ ഹസ്ബൻഡോ ഫാമിലിയോ ഉണ്ട്, ഓൾറെഡി മാരീഡ് സിറ്റുവേഷനൊക്കെ ആണെങ്കിലും അവരുടെ ലൈഫ് ഇപ്പോൾ സ്റ്റേബിൾ ആക്കുക എന്നതാണ് അവരുടെ ഒരു മെയിൻ കാര്യം കാണുന്നത് അവരുടെ മനസ്സിൽ. ഓക്കെ, അവരെ ലൈഫ് ഒന്ന് ഓക്കെ ആക്കിയാലേ അവർക്ക് ബാക്കി മുന്നോട്ട് വേറെ അവർക്ക് ഈ ഇമോഷൻസിനുള്ള സമയം കിട്ടുള്ളൂ. ഓക്കെ, ഞാനത് പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ ഇത് രണ്ടും വളരെ മാച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഏസ് ഓഫ് കപ്സ് ഉണ്ട്, ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, ഇവിടെ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. സോ അവരിപ്പോൾ രണ്ടിനെയും കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർക്ക് ബാലൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അവരുടെ മനസ്സിൽ. പക്ഷേ ഇപ്പോൾ പ്രയോറിറ്റി ഫാമിലി, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന രീതിക്കൊക്കെയാണ്. ഓക്കെ, ആ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയിട്ട് ചിലവർ നിങ്ങൾക്ക് മാരേജ് ഓഫർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത് സാധിക്കാത്തവർ, ലൈക്ക് അവർ ഓൾറെഡി ഫാമിലി ഉള്ളവർക്ക് ഫാമിലി ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളവർ അതിന് വേണ്ടിയിട്ട് അവർ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ മെയിൻ കാര്യം നമ്മൾ പറഞ്ഞ പോലെ ജോലി, കരിയർ, ഫൈനാൻസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ അവർക്ക് ഇമ്പോർട്ടൻസ്. ഓക്കെ, ബട്ട് മനസ്സിൽ നിങ്ങളില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, അത്രത്തോളം നിങ്ങളുണ്ട്. ഓക്കെ, അവരുടെ ബാക്ക് ഓഫ് ദ മൈൻഡ് തീർച്ചയായിട്ടും അവർ നിങ്ങളാണ് കാണുന്നത്. ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് കപ്സുമാണ്. ഓക്കെ, അവർ ഈ എംപറർ മോഡിലിരിക്കുന്നത്, എംപററായിട്ടിരിക്കുന്നത് അവരെ മറ്റുള്ളവർ, അതായത് റെസ്പോൺസിബിലിറ്റി അവരെ ചെയ്യുകയാണ്.
എനിക്ക് അവർ റെസ്പോൺസിബിലിറ്റി ചെയ്യാണ്, അല്ലെങ്കിൽ അവർ ഞാൻ ചെയ്യണം, ഇതെൻ്റെ ഒരു കടമയാണ് എന്ന് കരുതി ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, എൻ്റെ കടമയാണ്, ഞാൻ മറ്റുള്ളവരെ മുമ്പിൽ സൊസൈറ്റി അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫാമിലി അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിനു വേണ്ടി എഫർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അതുകൊണ്ട് അവർ അവരെ ജോലി ചെയ്തു പോകുന്നു. ബട്ട് അവർ ബാക്ക് ഓഫ് ദ മൈൻഡ് അവർക്ക് വിഷമം അവർക്ക് കിടക്കുന്നുണ്ട്. അവർക്ക് ഹാർട്ട് ബ്രേക്കാണ്, നിങ്ങളെ വിട്ടിരിക്കുന്നതിന് അവർക്ക് ഹാർട്ട് ബ്രേക്കാണ് വരുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് വിഷമമാണ് വരുന്നത്, നിങ്ങളുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കെയർ തരാൻ പറ്റുന്നില്ല. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ അവർക്ക് നിങ്ങളുമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരതിനെ ആഗ്രഹിക്കുന്നുണ്ട്, അവരതും ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഇതൊക്കെ ഒന്ന് സ്റ്റേബിൾ ആയ ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, അതിനിവിടെ സൺ കാർഡും ഉണ്ട്. നിങ്ങളെ ഓർക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവരും ഒരു പോസിറ്റിവിറ്റി ഉള്ളത്. ഓക്കെ, ശരിക്കും അതൊരു പോസിറ്റീവായിട്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവർ ഇപ്പം നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അവർ ചില റെസ്പോൺസിബിലിറ്റി തീർക്കാനുള്ള ഒരു സമയം എടുക്കുകയാണ് അവർ. ഓക്കെ, പക്ഷേ അവരുടെ മനസ്സിൽ ബാക്ക് ഓഫ് ദ മൈൻഡ് അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഫീലിങ്സ് എന്ന രീതിയിൽ പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. ഓക്കെ, നിങ്ങളാണ് അവരുടെ മനസ്സിൽ. ആൻഡ് ഏസ് ഓഫ് കപ്സ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ്, ഡെഫിനറ്റ്ലി നിങ്ങളൊരു കപ്പിളായിട്ടാണ് കാണുന്നത്. ചിലവർക്ക് സാധിക്കുന്നവർക്ക് നിങ്ങളെ മാരേജ് അവർക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് കേട്ടോ. ഓക്കെ, അവർക്ക് സാധിക്കുകയാണെങ്കിൽ അവർ മാരേജ് ഓഫർ തരാനും നിങ്ങളെ കൂടെ കൂട്ടാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാരേജ് പോസിബിൾ ഉള്ള ആൾക്കാർക്ക്. അല്ലാത്തവർക്ക് അവർ നിങ്ങളെ വിട്ട് നിൽക്കുമ്പോൾ അവർക്ക് ആ വിഷമം അവർ ഫേസ് ചെയ്യുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് എങ്ങനെയെങ്കിലും ഒരു സന്തോഷം വേണമെന്ന് അവരുടെ മനസ്സിലൊരു സന്തോഷം കാണുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ്. ഓക്കെ, ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, സോ ഇപ്പോൾ പ്രയോറിറ്റി യെസ് ഫൈനാൻസിൻ്റെ കാര്യങ്ങളാണ്. ബട്ട് അത് ചിലവർ ആക്ച്വലി ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് കൂടി പറയാം. ഓക്കെ, മേ ബി നിങ്ങളുമായിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടൊരു സമയം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, അല്ലാത്തവർക്ക് നിങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളെ മാറ്റി നിർത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് വിഷമങ്ങളും അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവർക്ക് ഈക്വലായിട്ട് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് കൂടി എടുത്തേക്കാം ജസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട്. നിങ്ങളെക്കുറിച്ചിപ്പോൾ പ്രയോറിറ്റി നിങ്ങളല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. പ്രയോറിറ്റി കൊടുക്കുന്നത് അവർ ലൈഫിൽ ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ആ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഓക്കെ, അത് അത്യാവശ്യമായ കാര്യമാണ് അവർക്ക്. അത് ചെയ്താലേ ശരിക്കും പറഞ്ഞാൽ അവർ മൈൻഡ് ഒന്ന് റിലാക്സ് ആവുള്ളൂ. എന്നാലല്ലേ ബാക്കി കാര്യങ്ങളിലേക്ക് ഇപ്പം നിങ്ങളുടെ അടുത്തൊന്ന് സ്നേഹത്തോടെ സംസാരിക്കാനോ ഇതാക്കാനൊക്കെ അപ്പോഴല്ലേ സാധിക്കുള്ളൂ. ഓക്കെ, ജസ്റ്റ് കുറച്ച് കാർഡ്സ് നിങ്ങളെക്കുറിച്ച്. Two of Cups, soulmate. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് അവരുടെ മനസ്സിൽ. ഓക്കെ, അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അവർ വർക്കിൽ തന്നെയാണ് ഇപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കൊന്നും വേണ്ട. ഓക്കെ, നിങ്ങൾ വേറെ മനസ്സിൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഓക്കെ, അവരിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന തിരക്കിലാണ്. ഓക്കെ, അവരവരുടെ ലൈഫ് ബിൽഡ് ചെയ്യുന്ന തിരക്കിലാണ്. അവരുടെ ഫൈനാൻസസ് കാര്യങ്ങൾ ജോലിയിൽ ഒക്കെ ബിസിയാണ് അവർ. ഓക്കെ, അവർ കുറച്ച് അവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ ഗ്രോത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അവരൊന്ന് ബെറ്റർ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പീസ്ഫുള്ളായിട്ട് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നാഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു യാത്ര പോകണം എന്നാഗ്രഹമുണ്ട്. ചിലവർക്ക് നിങ്ങൾ അവരുടെ ലൈഫ് ഒന്ന് സ്മൂത്താക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഓർക്കുമ്പോൾ അവർക്ക് വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷനുമായിട്ട് വരും. ആൻഡ് ഇവിടെ മജീഷ്യൻ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുമായിട്ട് അവർക്ക് ശരിക്കും അവർ വിട്ടുപോകാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുമായിട്ടൊരു പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് വേണം, നിങ്ങൾ അവർ ലൈഫിൽ വേണം. അതുകൊണ്ട് അവരെപ്പോഴും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. പറഞ്ഞില്ലെങ്കിലും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും പക്ഷെ അവരുടെ മനസ്സുകൊണ്ട് അവർ നിങ്ങളെ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങോട്ട് വലിക്കുക എന്ന് പറയാം, അങ്ങനെ അട്രാക്ട് ചെയ്തെടുക്കുക എന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ അട്രാക്ഷൻ എന്ന രീതിക്കല്ല, പക്ഷെ അവരുടെ ലൈഫിൽ നിങ്ങൾ വേണം എന്ന രീതിയിൽ അവരുടെ മനസ്സിൽ എപ്പോഴും ആ ചിന്തയുണ്ട്. ഞാൻ 2 of Cups സോൾമേറ്റ് കാർഡാണ് ഇവിടെ. നിങ്ങളെ അവർ സോൾമേറ്റ് ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളെ വേണം ലൈഫിൽ. ഓക്കെ, പ്രയോറിറ്റി പക്ഷേ ഇപ്പോൾ തൽക്കാലം ജോലി അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ്. അതുകൊണ്ടായിരിക്കാം ചിലവർ മാറി നിൽക്കുന്നത്. നിങ്ങളവർ ചീറ്റ് ചെയ്യുന്നു എന്നൊന്നും വിചാരിക്കേണ്ട. ഓക്കെ, അങ്ങനെ വിചാരിക്കൊന്നും വേണ്ട. നിങ്ങളോട് തന്നെയാണ് ഫീലിങ്സും എല്ലാം. ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവരും. ഓക്കെ, നിങ്ങളൊരിക്കലും അങ്ങനെ വിചാരിക്കേണ്ട. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു, അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളെ ഇല്ലാതെ അവരും വിഷമിക്കുന്നുണ്ട്. ഓക്കെ, പ്രയോറിറ്റി അല്ല, ഒറക്കിൾ ഡെക്കിന്ന് നമുക്ക് കുറച്ച് മെസ്സേജസ് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. യൂണിവേഴ്സ് എന്താ പറയുന്നത്? യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത്? സോറി, ഞാൻ തിരിച്ചു പിടിച്ചാണ്. സെലിബ്രേഷൻ, ഗിഫ്റ്റ്സ്, അബൻഡൻസ്.
പാർട്ടി എക്സ്റ്റേണൽ, receive and open, nurture compassion, guilt, sabotage, action, courage, new beginnings, messages, travel, good, sun. Okay. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങൾ തമ്മിലൊരു സെലിബ്രേഷൻ വരുമെന്നാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആക്ച്വലി ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ടും പറയാം കേട്ടോ, കമ്മിറ്റ്മെൻ്റ് ആയിട്ടൊക്കെ പറയാം. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റും മാരേജ് ഓഫറും ഒക്കെ തരാനുള്ള ചാൻസസ് ആണ്, നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാനുള്ള ചാൻസ് ആണ്, സോറി പറയാനുള്ള ചാൻസ് ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്ത് നിങ്ങൾ തമ്മിലൊരു സെലിബ്രേഷൻ എന്ന രീതിക്ക് ഇവിടെ കാണുന്നുണ്ട്. ഏസ് ഓഫ് കപ്സും ഏസ് ഓഫ് പെൻറ്റിക്കിൾസും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അവരുടെ മനസ്സിലെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് തരാനും ഒക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി എക്സ്റ്റേണൽ, ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ മാരീഡ് സിറ്റുവേഷൻസ് ആയിരിക്കാം. ഓക്കെ, വേറെ തേർഡ് പാർട്ടി ഉണ്ടാവാം, അല്ലെങ്കിൽ അത് വീട്ടുകാരും ആയിരിക്കാം, വീട്ടുകാർ തടസ്സം ഉണ്ടാക്കുന്നതായിരിക്കാം. ഓക്കെ, റിസീവ് എന്ന് പറയുന്നുണ്ട്. ഓപ്പൺ എന്ന് വെച്ചാൽ നിങ്ങൾ ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കാം എന്ന് വെച്ചാൽ ദൈവം നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തരും. ഓക്കെ, ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് വരും. പക്ഷെ നിങ്ങൾ മനസ്സിൽ ഡൗട്ടും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ, ഓക്കെ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ, തേർഡ് പാർട്ടി ഉണ്ട്, ഓക്കെ, ബട്ട് നിങ്ങളെയാണ് പ്രയോറിറ്റി. ഓക്കെ, തേർഡ് പാർട്ടി ഡെഫിനറ്റ്ലി പ്രയോറിറ്റി അല്ല. ജോലി അവർക്ക് പ്രയോറിറ്റിയാണ്, ഫാമിലി അങ്ങനത്തെ സ്റ്റെബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് പ്രയോറിറ്റിയാണ്, പക്ഷേ തേർഡ് പാർട്ടി പ്രയോറിറ്റി അല്ല. ഓക്കെ, നിങ്ങൾ തന്നെയാണ് അതെന്തായാലും നിങ്ങളേ ഉള്ളൂ. ബട്ട് ഇവിടെ യെസ്, അത് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, സോ ഒരിക്കലും നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ആ തേർഡ് പാർട്ടി ഉണ്ട് എന്ന രീതിക്കുള്ള ചിന്തകളൊന്നും നിങ്ങൾ കൊണ്ടുവരണ്ട. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് തരും. ഓക്കെ, ബട്ട് നിങ്ങളത് മൈൻഡിൽ ഡൗട്ടോ കാര്യങ്ങളോ വെച്ചിട്ട് അതിനെ നിങ്ങൾ ബ്ലോക്ക് ആക്കണ്ട. എന്തും റിസീവ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കുക. നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരും എന്നാണ് പറയുന്നത്. ആൻഡ് ന്യൂച്ചർ ആൻഡ് കമ്പാഷൻ. ഓക്കെ, നിങ്ങൾ പരസ്പരം ആക്ച്വലി നിങ്ങൾ അങ്ങോട്ട് കുറച്ച് കെയർ കാണിക്കാം. ഓക്കെ, ഇപ്പോൾ കാരണം പേഴ്സൺ ഐ തിങ്ക് ഇപ്പോൾ ഒരു ടഫ് ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ അവർക്ക് കുറച്ച് കെയറിങ് ആയിട്ട് നിങ്ങൾ നിൽക്കാം. ഓക്കെ, ചില സമയത്ത് നമ്മൾ കെയർ കൊടുക്കണം. ഓക്കെ, എപ്പോഴും ചെയ്യണം എന്നല്ല പറയുന്നത്, എപ്പോഴും താണു കൊടുക്കണം, എപ്പോഴും വിട്ടു കൊടുക്കണം അങ്ങനെയല്ല. ബട്ട് ചില സമയത്ത് ഒരു കെയർ അവർക്ക് ആവശ്യം ഉണ്ടാവും. ഓക്കെ, ചില സമയത്ത് ഒരാൾ കൊടുക്കേണ്ടി വരും കൂടുതൽ, ചില സമയത്ത് മറ്റേ ആൾ കൂടുതൽ ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ചിലപ്പോൾ വന്നും പോയിക്കൊണ്ടും ഇരിക്കും. സോ ഇപ്പോൾ ഐ തിങ്ക് അവരിപ്പോൾ നിങ്ങളുടെ ന്യൂച്ചർ ആൻഡ് കെയർ കമ്പാഷൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നത് നിങ്ങൾ പറ്റുന്നത്ര ചെയ്യാം. ഓക്കെ, ആൻഡ് ഗിൽട്ട് ആൻഡ് സബട്ടാജ്. നിങ്ങളുടെ പേഴ്സണിന് ഗിൽറ്റി ഫീലിംഗ് ഉണ്ട് അവരുടെ മനസ്സിൽ. എനിക്ക് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ള ഗിൽട്ട് ഉണ്ട് അവർക്ക്. എനിക്ക് ഞാൻ നേരത്തെ ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞു, അവർക്ക് വിഷമത്തിലാണ് അവരിയ്ക്കുന്നത്. നിങ്ങളെ വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ അത്രയും വിഷമത്തിലാണ് ഇരിക്കുന്നത്. അവർക്ക് ഗിൽട്ട് ഉണ്ട്, നിങ്ങളോട് അന്യായം ചെയ്യുന്നില്ല എന്നുള്ള ഗിൽട്ട് അവർക്കുണ്ട്. ഓക്കെ, ആക്ഷൻ എടുക്കും അവർ. ഓക്കെ, ഒരു ആക്ഷൻ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ന്യൂ ബിഗിനിങ്സ് നിങ്ങൾ തമ്മിലുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ മെസ്സേജ് വരും തീർച്ചയായിട്ടും. ട്രാവലിംഗ്, കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മെസ്സേജ് വരിക, എന്തും നടക്കാനുള്ള സാധ്യതയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ സൺ ആണ് നേരത്തെ വന്ന അതേ കാർഡ്. ഞാൻ പറഞ്ഞില്ലേ, സ്ട്രെങ്ത്, എംപവർമെൻറ്റ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആവും. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആവും, നിങ്ങൾ ഓക്കെ ആവും. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ശരി, എവിടെയോ നിങ്ങളാണ് അവരുടെ പ്രയോറിറ്റി. തേർഡ് പാർട്ടി പ്രയോറിറ്റി അല്ല, അവരുടെ ലൈഫിൽ സ്റ്റെബിലിറ്റിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെയാണ് അവരാഗ്രഹം. ഓക്കെ, നിങ്ങളാണ് അവരെ മനസ്സിൽ. കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് കപ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ഡിവൈൻ എന്താ പറയുക, ദേഷ്യപ്പെടും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരാൾ മെസ്സേജ് ഇതുകൂടി ഞാൻ വെച്ച സ്ഥിതിക്ക് സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഓക്കെ, റിട്രീറ്റ്, യെസ്, യാത്ര. അഗൈൻ യാത്രയുടെ കാര്യമാണ്, ഹണിമൂൺ ടൈം വരെ. ദിസ് കുഡ് ബി ദ വൺ. അട്രാക്ഷൻ, പാഷൻ. ഓ, അട്രാക്ഷൻ, പാഷൻ എന്ന് പറഞ്ഞാൽ പാഷൻ. അഗെയിൻ സെയിം തിങ്. വാവ്, സെയിം തിങ് വന്നിട്ടുണ്ട്. ഗിവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്, സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്. ഓക്കെ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ബെറ്റർ ആവും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പ്രോമിസ് തരുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു അവസരം കൊടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ വന്നു, അല്ലെങ്കിൽ നോ കോൺടാക്ട് ഉണ്ടായി, എന്തിനുണ്ടായാലും ശരി, ഇതിനെ വീണ്ടും പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിലും ശരി. ഓക്കെ, ഈ സിറ്റുവേഷൻ ഒരിക്കൽ കൂടെ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. റിട്രീറ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എവിടെയെങ്കിലും യാത്ര പോകാൻ ചാൻസ് ആണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദിസ് കുഡ് ബി ദ വൺ. ശരിക്കും നിങ്ങൾ തമ്മിൽ യു ഹവ് ഓൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക്. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു വ്യക്തി തന്നെയാണിത്. ഓക്കെ, ആക്ച്വലി യൂണിവേഴ്സ് നിങ്ങൾക്ക് കൺഫർമേഷൻ തരുന്നുണ്ട്, ഇത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ, ഇതാണ് എന്ന് യൂണിവേഴ്സ് കൺഫർമേഷൻ തരുന്നുണ്ട്.
ഓക്കെ. അട്രാക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ. യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൊമെന്റ് ഫുള്ളി. ഓക്കെ, ഇത് വേറെ കാര്യം കൂടി ഉണ്ട്. അതായത് നിങ്ങൾ അട്രാക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ്റെ കാര്യമായിട്ട് പറയാം. അതായത് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു തേർഡ് പാർട്ടിയെ കുറിച്ചൊന്നും നിങ്ങൾ കൂടുതൽ ചിന്തിക്കാൻ നിൽക്കണ്ട. അവർ തേർഡ് പാർട്ടിയുടെ കൂടെയാണ്, അവരവിടെ ഹാപ്പിയാണ്, ആ രീതിക്കൊന്നും നിങ്ങൾ ചിന്തിക്കാൻ നിൽക്കണ്ട. അവരവരെ കടമ ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ മൈൻഡ് എത്രത്തോളം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരും. ഓക്കെ. ആൻഡ് പാഷൻ, യെസ്, നിങ്ങൾ തമ്മിൽ അലവ് യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ്. നിങ്ങൾ തമ്മിലുള്ള പാഷൻ റിയൽ ആണ്. നിങ്ങൾ തമ്മിൽ പേഴ്സണും ഫീൽ ചെയ്യുന്നുണ്ട്, അട്രാക്ഷനും സ്നേഹവും എല്ലാം പാഷനൊക്കെ അവരും ഫീൽ ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനോടുള്ള പാഷൻ അവരും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പിന് ഒരു അവസരം നിങ്ങൾക്ക് കൊടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. പോസിറ്റീവായിട്ട് ഇത് ക്ലെയിം ചെയ്യാം. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.